അവൾ ഡോക്ടറേച്ചിയെ നോക്കി. മാറ്റമൊന്നുമില്ല. നിശബ്ദനായ കുട്ടേട്ടൻ കൈവിരലുകളിലെ ഞരമ്പുകൾ തലോടി. കുറ്റബോധമോ പശ്ചാത്താപമോ തോന്നുന്നുണ്ടായിരിക്കുമോ? രാധാകൃഷ്ണൻ മാഷ് നിരപരാധിയെന്ന്, ഗിരിജ നിരപരാധിയെന്ന് കാലവും മനുഷ്യരും തെളിയിച്ചപ്പോൾ കുട്ടേട്ടൻ അനിയത്തിയെക്കുറിച്ച് ഓർത്തിരിക്കണം. ഗിരിജ ചിരിച്ചു. ആ ചിരി കുട്ടേട്ടനെ കൂടുതൽ അസ്വസ്ഥനാക്കിയെന്ന് തോന്നി. പെട്ടെന്ന് വരാം ഗിരി, ഒരു അർജൻറ്റ് കേസ് അറ്റൻഡ് ചെയ്ത് ബാക്കി രൂപയെ ഏൽപ്പിച്ചിട്ട് വരാം. കുട്ടേട്ടൻ്റെ സൗകര്യം പോലെ വന്നാൽ മതി, ലീവുണ്ട്. ഒന്നു നോക്കി കുട്ടേട്ടൻ മുഖം താഴ്ത്തി. അടുക്കളയിലൂടെ അകത്തു കയറി. തീജ്വാലകൾക്ക് മുൻപിൽ ഒരഗ്നി വീണ പോലെ അമ്മ. കുളിച്ചതേ ഉള്ളൂ മോളുണ്ണി, അമ്പലത്തിൽ പോയില്ലേ? പോയി. എന്നിട്ട് പ്രസാദം വാങ്ങിയില്ലേ? ഉഷപൂജ കഴിയാൻ നിന്നില്ല. അമ്പലത്തിൽ പോയാലേ പ്രസാദം വാങ്ങാണ്ട് തിരിച്ചു പോരോ? എന്തേ മോളുണ്ണി നീ ചെയ്തത്? ഇന്ന് ശിവരാത്രിയല്ലേ? അവൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. അമ്മ പാവമാണ്, അമ്മയ്ക്കൊന്നും അറിയില്ല. മുടി ഉണങ്ങാൻ ഗിരിജ വീടിൻ്റെ പിന്നിൽ ചെന്നു നിന്നു. അകലെ അമ്പലത്തിനപ്പുറത്ത് അറബിക്കടലിൻ്റെ നീലനിറം. കൊടിമരത്തിൻ്റെ അഗ്രത്ത് തൂങ്ങിക്കിടക്കുന്ന മണികളിൽ കാറ്റു തട്ടുമ്പോൾ ഒഴുകിവരുന്ന മണിയൊച്ചയുടെ തരംഗങ്ങൾ ഇവിടെയെത്തും. ശിവരാത്രി ദിവസം കടലിൽ തനിയെ കത്തുന്ന വിളക്കും പുലർച്ചയിൽ അതു കടലിൽ ലയിക്കുന്നതും കാണാം ഇവിടെ നിന്നാൽ. എന്നിട്ടും എന്തുകൊണ്ട് എനിക്ക് നാടിനെ ഇത്രകാലം മറക്കാൻ കഴിഞ്ഞു? തോട്ടത്തിലൂടെ മുടിയിഴകളുടെ കൂടറുത്ത് ഗിരിജ കുന്നിൻ്റെ തെക്കേ ചരിവിലേക്കിറങ്ങി. പിന്നെ വീണ്ടും പടവുകൾ കയറി മീതെയുള്ള ഒറ്റമുറിയുള്ള ആ ചെറിയ വീടിനു മുമ്പിൽ നിന്നു. മനക്കിലെ അടയ്ക്കയും തേങ്ങയും സൂക്ഷിക്കാൻ പണ്ടു കെട്ടിയ ഒറ്റമുറി. ഈ മുറി മാഷ്ക്ക് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റായാണ്. ഒറ്റമുറിയുടെ ആകെയുള്ള ഒരു ജനലിലേക്ക് മുള്ളുകൾ മാത്രമുള്ള വലിയൊരു ചെടി ചാഞ്ഞു നിൽക്കുന്നു. ഇലകൾ കൊഴിഞ്ഞ ചെടിയിൽ പാട്ട് തിന്ന് വികൃതമായ ഒന്ന് രണ്ട് ഉണങ്ങിയ പൂക്കൾ. പണ്ട് നിറയെ പൂത്തിരുന്ന ചെടി അടഞ്ഞ വാതിലിലൂടെ വലിയ ചിതലുകൾ അരിച്ചു കയറുന്നു. ഗിരിജ അതിനു മുമ്പിൽ ഒന്ന് സംശയിച്ചു നിന്നു. അവളുടെ മനസ്സ് ആ പഴയ സ്നേഹത്തിൻ്റെ നനവേറ്റ് ആർദ്രമായി. ഇല്ല, ഞാൻ മുതിർന്നതും മാഷ് പുരുഷനായതും ഇവിടെ പ്രസക്തമല്ല. ഗിരിജ ചിതലരിച്ചു കയറുന്ന വാതിലിൽ പതുക്കെ തട്ടി.